കേന്ദ്ര ലേബർ കോഡ് ചട്ടമുണ്ടാക്കാൻ കേരളം നേരത്തെ നീക്കം തുടങ്ങിയതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2021 ചട്ടമുണ്ടാക്കിയതിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. തൊഴിലാളി സംഘടനകളുമായോ മുന്നണിയുമായോ ചർച്ച ചെയ്യാതെയാണ് സർക്കാരിന്റെ നീക്കം നടന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ യോഗം ചേർന്നാണ് ചട്ടമുണ്ടാക്കിയതെന്നാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ വിശദീകരണം. തൊഴിൽ നിയമത്തെ സംബന്ധിച്ചിടത്തോളം റീജിയണൽ യോഗങ്ങൾ നടന്നിരുന്നു. ആ റീജിയണൽ യോഗം മന്ത്രിമാരെ എന്ന് വിളിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ യോഗമല്ലേ, അതൊരു തനി ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം യോഗമായിരുന്നു. ആ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ കേന്ദ്ര ലേബർ സെക്രട്ടറി ആണ് സംസ്ഥാന ലേബർ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കൊടുത്ത് ആ യോഗം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ റൂൾസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു. റൂൾസ് ഉണ്ടാക്കിയത് എന്നുള്ള നിലയിൽ അല്ലാതെ അതിനപ്പുറം അത് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടേയില്ല. ഇത് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്രമങ്ങളുമായി മുന്നോട്ട് പോകണ്ട എന്നുള്ള കർശന നിർദ്ദേശം കൊടുക്കുന്നതാണ് എന്ന് മാത്രമല്ല, റൂൾസ് അവർ കരട് റൂൾസ് ആണെങ്കിൽ പോലും ആ കരട് റൂൾസ് നമുക്ക് ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോടും ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലവുമാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ആദ്യം വിജിൻ വായാന്തോടിലേക്ക്. വിജിൻ, ശിവൻകുട്ടിയുടെ വിശദീകരണം എത്രത്തോളം തൃപ്തികരമാണ്? കാരണം കേന്ദ്ര തൊഴിൽ സെക്രട്ടറി സംസ്ഥാന തൊഴിൽ സെക്രട്ടറിക്ക് നൽകിയ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ചട്ടങ്ങളിലേക്കൊക്കെ പോയത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ ഇത് നയപരമായ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണല്ലോ. സംസ്ഥാന സർക്കാർ നയപരമായ തീരുമാനത്തിൽ എത്താത്ത ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് ചട്ടമുണ്ടാക്കാൻ സാധിക്കുക? നൗഫൽ, കേന്ദ്രം പാസാക്കിയ 4 തൊഴിൽ കോഡുകളിൽ ഒരെണ്ണത്തിന്റെ കരട് വിജ്ഞാപനമാണ് നിലവിൽ കേരളം പുറത്തിറക്കിയിരിക്കുന്നത് എന്നതാണ്. അതിന്റെ രേഖകളാണ് നേരത്തെ പുറത്തു വന്നത്. ഇതിലാണ് മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം നൽകുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ഇക്കാര്യം 2021 ഡിസംബർ 14 ഈ വേതനവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്നത്. അത് ഉദ്യോഗ തലത്തിലാണെങ്കിലും സർക്കാരിന്റെ ഭാഗമായി തന്നെ പുറത്തിറങ്ങുന്നതാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ തൊഴിൽ കോഡുമായി അതിന്റെ പരിഷ്കരണം ഒക്കെ നടക്കുമ്പോൾ ഈ അംഗീകൃത തൊഴിലാളി സംഘടനകളുമായും ഒപ്പം തന്നെ CPI ഒക്കെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനം മുന്നണിയിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. മുന്നണിയിൽ ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനം ഉണ്ടായി ഒരു സമവായത്തിലേക്ക് എത്തി ഏതൊക്കെ തരത്തിൽ മാറ്റം വരുത്തണമെന്ന കാര്യമൊക്കെ ആലോചിച്ച ശേഷം മാത്രമാണ് അങ്ങനെ ഒരു വിജ്ഞാപനത്തിലേക്ക് ഒക്കെ പോകുന്നത്. പക്ഷേ ഇപ്പോൾ മന്ത്രി വിശദീകരിക്കുന്നത് ഈ തൊഴിൽ നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു യോഗം വിളിച്ചിരുന്നു. അത് റീജിയണൽ ബേസ് ആയിട്ടുള്ള യോഗമാണ് വിളിച്ചിരുന്നത്. കേന്ദ്ര തൊഴിൽ സെക്രട്ടറിയാണ് ഈ യോഗം വിളിച്ചു ചേർത്തത്. അതിൽ സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പിന്റെ സെക്രട്ടറി കൂടി പങ്കെടുത്തിരുന്നു. ആ യോഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇങ്ങനെയൊരു കരട് തയ്യാറാക്കിയത്. ആ കരട് തയ്യാറാക്കിയതിന്റെ വിജ്ഞാപനമാണ് നിലവിൽ പുറത്തിറക്കിയിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിലോ ഒപ്പം തന്നെ മുന്നണിയിലോ ഒക്കെ എത്തിയിട്ടില്ല ആ കരട് എന്നുള്ളതാണ് നിലവിൽ മന്ത്രി വിശദീകരിക്കുന്നത്. അന്തിമ വിജ്ഞാപനം ഇറക്കേണ്ടത് അത് മന്ത്രിസഭാ യോഗത്തിന്റെ കൂടി അനുമതിയോടെയാണ്. അങ്ങനെയുള്ള നയപരമായ കാര്യങ്ങളിലേക്ക് ഇക്കാര്യത്തിൽ പോയിട്ടില്ല. തൊഴിലാളി സംഘടനകളുമായി സാധാരണഗതിയിൽ കൂടിയാലോചനയൊക്കെ നടത്തിയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ആണെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന ഒരു മാർഗരേഖയൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും അത് തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്യണം. ഒപ്പം തന്നെ ഈ പറയുന്ന മുന്നണി സംവിധാനത്തിനകത്ത് ചർച്ച ചെയ്യണം. പക്ഷേ അവിടെ ഒന്നും ചർച്ച ചെയ്യാതെ ഉദ്യോഗസ്ഥ തലത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു കരട് വിജ്ഞാപനം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ഭരണകക്ഷിയിൽപ്പെട്ട ഏതെങ്കിലും തൊഴിലാളി സംഘടനാ നേതാക്കളോ ഒപ്പം തന്നെ ഈ ഭരണകക്ഷിയിലെ ഇടതുമുന്നണിയിലെ ഏതെങ്കിലും കക്ഷികളോ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു കരട് വിജ്ഞാപനം ഇറക്കുന്നതായി അറിഞ്ഞിട്ടില്ല. ഈ കരട് വിജ്ഞാപനം 2021 ഡിസംബർ 14 ഇറങ്ങിയ ശേഷവും മന്ത്രി തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിച്ചിരുന്നു. ആ തൊഴിലാളികൾ സംഘടനകളുടെ യോഗത്തിലും ഇങ്ങനെയൊരു കരട് വിജ്ഞാപനം ഇറക്കിയതായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയൊരു കരട് തയ്യാറാക്കിയിട്ടുണ്ട്, എന്നാൽ ആ കരടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. മന്ത്രി തന്നെ ഇക്കാര്യം ആ ഘട്ടത്തിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ ഇങ്ങനെയൊരു നടപടി
സ്വീകരിച്ചത് അത് ഈ സർക്കാർ നയപരമായി എടുക്കേണ്ട തീരുമാനം മറികടന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മന്ത്രി വ്യക്തമാക്കുന്ന ഇപ്പോൾ ഒരു കാരണവശാലും കേന്ദ്ര തൊഴിൽ നിയമം സംസ്ഥാനം നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ഇടപെടാൻ കഴിയുന്നതാണ് തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഇക്കാര്യത്തിലുള്ള കൃത്യമായ എതിർപ്പ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഈ തൊഴിൽ കോഡുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ്. മറ്റ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ഇന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഒരു യോഗം നിലവിൽ മന്ത്രി തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ തൊഴിലാളി സംഘടനകളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് ഈ തൊഴിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുടെ വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യാൻ ഒരു യോഗം, ഒരു കോൺക്ലേവ് ചേരാനുള്ള തീരുമാനത്തിലേക്കും നിലവിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, ഇങ്ങനെ സംസ്ഥാന സർക്കാർ നയപരമായി എടുക്കേണ്ട തീരുമാനം ഇടതുപക്ഷത്തിന്റെയൊക്കെ ഭാഗമായി നയപരമായി തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുകയോ അതിന്റെ ആലോചന ഉൾപ്പെടെ നടപ്പാക്കാൻ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ പോലും ഇടപെടാതെ മന്ത്രിമാരോ മന്ത്രിസഭയോ മുന്നണിയിലെ കക്ഷികളോ ഒപ്പം തന്നെ തൊഴിലാളി സംഘടനകളോ അറിയാതെ എങ്ങനെ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഇങ്ങനെ ഒരു കരട് വിജ്ഞാപനം ഇറങ്ങി എന്നുള്ളതാണ്. അതിലാണ് ഇപ്പോൾ വിമർശനം ഉയരുകയും എങ്ങനെ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയി എന്നുള്ളത്. PM-ശ്രീ ഒക്കെ നമ്മൾ കണ്ടതാണ്. നിലവിൽ മുന്നണിയിലോ മന്ത്രിസഭാ യോഗത്തിലോ ചർച്ച ചെയ്യാതെ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്ന സാഹചര്യമുണ്ടായി. വലിയ വിവാദം CPI അക്കാര്യത്തിൽ ഉയർത്തുകയും വലിയ വിമർശനം ഉയർത്തുകയും അത് പിന്നീട് വലിയ വിവാദമായി മാറുകയും ഒപ്പം തന്നെ അവസാന ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്മാറാൻ കത്ത് നൽകേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നിലവിൽ ഈ കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യം. നൗഫൽ. യെസ്, വിജിൻ തുടരുക. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, 2020 മറ്റോ ആണ്, അതായത് കോവിഡ് കാലത്താണ് പാർലമെന്റിൽ ഈ ലേബർ കോഡ് വരുന്നത്. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. അന്ന് പ്രതിഷേധിച്ച MP-മാരെ സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതായത് കേരളത്തിന് അന്ന് തന്നെ ഈ വിഷയത്തിൽ ഗ്രാഹ്യമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ലേബർ കോഡ് തൊഴിലാളി വിരുദ്ധമാണ് എന്നുള്ള പക്ഷം തന്നെയായിരുന്നു അന്ന് ഇടതുപക്ഷത്തിനും മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കുമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ എങ്ങനെയാണ് ഈ നീക്കം നടന്നത്? എന്താണ് കേന്ദ്രം അന്ന് കേരളത്തിൽ നൽകിയ നിർദ്ദേശം?